ഐഫോൺ 500 രൂപയ്ക്ക് കിട്ടിയെന്നുള്ള ഒരുപാട് പേരുണ്ട്. അതും ഐഫോൺ 11 500 രൂപയ്ക്ക് വിളിച്ച് 11 12 ഒക്കെ 500 രൂപയ്ക്ക് കിട്ടുമോ? ഐഫോൺ 11 ഉണ്ടോ? ഉണ്ട്. ഐഫോൺ 11 500 രൂപയ്ക്ക് ഉണ്ടോ? പൗച്ച് കിട്ടുമോ 500 രൂപയ്ക്ക്? വെറൈറ്റി ഉണ്ടാന്ന് ചോദിച്ച് ഒരുപാട് വിളിക്കുന്നുണ്ട്. ലോ ബഡ്ജറ്റിന് ഐഫോൺ വേണം, വെറൈറ്റിയും വേണം. ഗൈസ്, ലോ ബഡ്ജറ്റ് എന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. ബഡ്ജറ്റ് നിങ്ങളുടെ കാഴ്ചപ്പാടാണ്. ബഡ്ജറ്റ് കുറവാണോ കൂടുതലാണോ എന്നുള്ളത്. പക്ഷെ ഇന്ന് വെറൈറ്റി ഉണ്ട്. എന്താ വെറൈറ്റി? ഒരു 12 മിനി. ഗൈസ്, എന്താ ഇത്? കയ്യിൽ ഒതുങ്ങി നിൽക്കുന്ന സാധനം കേട്ടോ. നല്ല വലിയ വലിപ്പമില്ല, ഒന്നുമില്ല. സൂപ്പർ സാധനം. 12 മിനിയാണ് സാധനം കൊള്ളാം കേട്ടോ. വേറെ ഒന്നും പറയട്ടെ, ബാക്കി നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഗൈസ് ഐഫോൺ ലോ ചോര കളർ ഗൈസ്, ചോര റെഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് റെഡ്. ഇത് എഡിറ്റിംഗ് റെഡ് ഒന്നുമല്ല കേട്ടോ. ഇതിൻ്റെ കളർ കാണാൻ തന്നെ ചോര എടുത്ത് കുളിപ്പിച്ച ഒരു സാധനം പോലിരിക്കുന്നു ഗൈസ്. അങ്ങനെ കുറച്ച് ഐഫോൺ നമ്മുടെ ഷോപ്പിൽ നിന്ന് വന്നിട്ടുണ്ട്. 14 ഉണ്ട്, 13 ഉണ്ട്, 12 ഉണ്ട്, പിന്നെ 12 മിനി ഉണ്ട്. ഐഫോൺ 8 ആണ്. ഏതാ SE ഞാൻ നോക്കില്ല കേട്ടോ. ഫുൾ റെഡ്, എല്ലാം റെഡാണ്. ഓണൊക്കെ ചെയ്യണം. എനിക്ക് ചാനൽ വെക്കണം ഗൈസ്. അപ്പോൾ ഞാൻ ഇത് കുറച്ച് ചാനൽ വെച്ചോളൂ. ജസ്റ്റ് ഇപ്പോൾ വന്നതേ ഉള്ളൂ. വീഡിയോ കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. നിങ്ങൾക്ക് ആവശ്യം വരും ഇന്ന് ഞാൻ പറയും. ചിലപ്പോൾ ആവശ്യം വന്നാലേ. അതുകൊണ്ട് വീഡിയോ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കൂടെ ചെയ്തോ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വന്നിട്ട് നോക്കാം ബാ ഗൈസ്. അപ്പോൾ നമ്മുടെ വേഴ്സിൻ്റെ വലിയൊരു ആഗ്രഹമല്ലേ ഐഫോൺ. ഇതാ ഇപ്പോൾ നമ്മുടെ കയ്യിൽ 2 13 ഉണ്ട്, പിന്നെ ഒരു 12 ഉണ്ട് കേട്ടോ. കുറഞ്ഞ വിലയെന്ന് പറയാനൊന്നും പറ്റില്ല. എന്നാലും ഞാൻ പറയും ഏറ്റവും കുറഞ്ഞ വിലയെന്ന്. നമ്മളെ കൊണ്ട് പറ്റുമ്പോഴല്ലേ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇത് വന്നിട്ട് അത്യാവശ്യം നല്ല വില കുറവുണ്ട് കേട്ടോ. ഈ ഐഫോൺ 13 ബ്ലൂ ഉണ്ട്, ഒരു വൈറ്റും ഉണ്ട്, പിന്നെ ഐഫോൺ 12 ഒരു റെഡ് പീസും ഉണ്ട്. നമുക്ക് ഇതിൽ നിന്ന് തുടങ്ങാമേ. ഇത് വന്നിട്ട് ക്ലീൻ പീസ് കേട്ടോ. സാധനം കൊള്ളാം. നമ്മളെ വേഴ്സിന് പറ്റിയ സാധനം, വിലയും കുറവാണ്. 256 ആണ് ഇതിൻ്റെ സ്റ്റോറേജ് വരുന്നത്. 12 ആണ്. അല്ല, ഇത് വന്ന് 13 ആണ് മോഡൽ. 256 സ്റ്റോറേജ് വരുമ്പോൾ അറിയാമല്ലോ. വില കുറവ് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ബാറ്ററി ഉള്ളതിൻ്റെ ഇതെവിടെ കിടക്കണം ഈ സാധനം? ബാറ്ററി സംതിങ് 80 താഴോട്ടേ ഉള്ളൂ കേട്ടോ. അല്ല, 90 താഴെ, 80 മുകളിലുണ്ട്. പുതിയ അപ്ഡേറ്റൊക്കെ ആയതുകൊണ്ട് നമുക്ക് തപ്പി എടുക്കാനൊരു ചെറിയ ബുദ്ധിമുട്ട്. താടകണം. 84 ഉണ്ട് കേട്ടോ. 256 സ്റ്റോറേജ് ഉണ്ട്. അപ്പം ബോഡി കണ്ടീഷനൊക്കെ കൊള്ളാം കേട്ടോ. ബോഡിയൊക്കെ അടിപൊളിയായിട്ടുണ്ട്. വലിയ ഡിഫക്റ്റായിട്ട് പറയാനായിട്ടൊന്നുമില്ല. നമുക്കിന്നെ ഒരു 12 പോകാം. 12 റെഡ് പീസ് കൊള്ളാം. ഇതും ബോഡി കൊള്ളാം. ബോഡി കണ്ടീഷനൊക്കെ അത്യാവശ്യം അടിപൊളിയായിട്ടുണ്ട്. വില കുറവാണ് ഗൈസ്. ഇതും വളരെ വില കുറവാണ് കേട്ടോ എന്നേ ഞാൻ പറയുള്ളൂ. ഇതും 128 ഇതിൻ്റെ സ്റ്റോറേജ് വരുന്നത്. 89 ഉണ്ട് ബാറ്ററി ഹെൽത്ത്. സാധനം കൊള്ളാം. 128 സ്റ്റോറേജ് കൊള്ളാം. ബോഡി കണ്ടീഷൻ പൊളിയാട്ടോ. ഒരു രക്ഷയില്ല. സൂപ്പർ ബോഡി കണ്ടീഷൻ. ഞാൻ അടുത്ത് വീണ്ടും ഒരു 13 പോവാം. വൈറ്റ് പീസാണ് കേട്ടോ. ബോഡി കണ്ടീഷൻ കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. ഇതും 128 ആണ് സ്റ്റോറേജ് വരുന്നത്. പാലഴക് അല്ലേ. ബാറ്ററി ഹെൽത്ത് 89 സംതിങ്, അത്രയേ വരുള്ളൂ. സാധനം കൊള്ളാം. നമുക്ക് തെറ്റില്ലാതെ ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിൽ ഗൈസ് നിങ്ങൾക്ക് വാങ്ങിച്ച് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഐഫോൺ, അത്രയേ ഉള്ളൂ. വേറെ ഒന്നും എടുത്ത് പറഞ്ഞിട്ടൊന്നുമില്ല. ഇത് 3 കൊള്ളാം. വിലയും കുറവാണ്. 3 പീസും ഗൈസ്. ഇത് വന്നിട്ട് 27 സംതിങ് വരുന്നത്. 256 വരുന്ന ഐഫോൺ 13. ഇത് വന്നിട്ട് 22 വരുന്നത്. ഇത് വന്നിട്ട് 17 വരുന്നു. ഐഫോൺ 11 ഇത് വന്നിട്ട് റെഡ് പീസ് വന്നിട്ട് 17 വരുന്നു ഗൈസ്. ഐഫോൺ 8 ആണ് കേട്ടോ. ഐഫോൺ 8 റെഡ് പീസ്. ഇതിൻ്റെ 256 സ്റ്റോറേജൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഡിസ്പ്ലേ മാറ്റിയ ഒരു പീസാണ്. അപ്പോൾ ആ ഒരു കുറവ് ഇതിലുണ്ട്. ഡിസ്പ്ലേക്ക് ആ ഒരു ക്ലിയർ ഫിനിഷിങ് വരുന്നില്ല. ഡിസ്പ്ലേ ലൈറ്റ്നെസ് കൂട്ടിയാൽ വല്ലതും വരുമോ? കുഴപ്പമില്ല. ലൈറ്റ്നെസ് കൂട്ടുമ്പോൾ ആ ഒരു സുഖം നമുക്ക് കിട്ടുന്നുണ്ട്. കുഴപ്പമില്ല കേട്ടോ. സൂപ്പറായിരിക്കുന്നു. കാണാനൊക്കെ സൂപ്പറായിരുന്നു. ഡിസ്പ്ലേ മാറ്റിയ പീസാണെന്ന് കാണുമ്പോൾ, ഡിസ്പ്ലേ കാണുമ്പോൾ നമുക്ക് അറിയാമല്ലോ ഡിസ്പ്ലേ മാറ്റിയ പീസാണ്. അപ്പോൾ ഇത് 256 സ്റ്റോറേജ് വരുന്ന ഐഫോൺ 8. ബാറ്ററി ഹെൽത്ത് ഇവിടെ നോക്കിക്കളാം അല്ലേ. 80 ബാറ്ററി ഹെൽത്ത് വരുന്നത്. റെഡ് പീസ് കൈസ്. ഇത് വന്നിട്ട് 8000 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ആവശ്യമുണ്ടെങ്കിൽ കൈസ് വിളിക്കും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ 12 മിനി അവിടെ കിട്ടും ഉള്ളതിൽ. പിന്നെ വെറൈറ്റി സാധനം എന്ന് പറഞ്ഞാൽ ഇതാണ് സാധനം. 12 മിനി കൊള്ളാം. റെഡ് പീസുമാണ്. പിന്നെ താഴെ ചെറിയൊരു അടി കിട്ടിയിട്ടുണ്ട്. ഈ ഭാഗത്ത് താഴ്ഭാഗത്ത് ചെറിയൊരു പൊട്ടലുണ്ട്. ഗ്ലാസ്
ഈ ഒരു ഭാഗം പോയിട്ടുണ്ട്. 64 ഉള്ളൂ സ്റ്റോറേജ്. അത് വലിയൊരു കുറവായിപ്പോൾ അല്ലേ. പിന്നെ കയ്യിലൊതുങ്ങി ഇരിക്കുന്ന സാധനം. ഇതിൻ്റെ വില എത്രയെന്ന് അറിയണ്ടേ? എനിക്ക് വയ്യ. വളരെ വില കുറവ് ആണ് ഇത് സാധനം കേട്ടോ. എന്നൊന്നും എനിക്ക് പറഞ്ഞ് തരാനൊന്നും പറ്റില്ല. ഇത് വന്നിട്ട് 17 രൂപ പ്രൈസ് വരുന്നു. 64 ഉള്ളൂ സ്റ്റോ. ബാറ്ററി എടുത്ത് നോക്കിയില്ല കേട്ടോ. ബാറ്ററി എടുത്ത് അപ്ഡേറ്റ് ഇല്ലേ ഇതിൽ? 85 ആണ് എൻ്റെ ബാറ്ററി എടുത്ത് വരുന്നത്. വേറെ കുഴപ്പമൊന്നുമില്ല. സൈഡ് ഈ ഗ്ലാസിൻ്റെ ഒരു പൊട്ടൽ മാത്രമേ ഉള്ളൂ. ഡിസ്പ്ലേ ഒറിജിനൽ ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യും. 17 വരുന്നു. പിന്നെ ഇത് വന്നിട്ട് 36 വരുന്നു. iPhone 14 പ്ലസ് റെഡ് പീസ്. അടാ ചോര പോലെ ഇരിക്കുന്നത് സാധനം. അപ്പോൾ ഇത് വന്നിട്ട് 84 ആണ് ഇതിൻ്റെ ബാറ്ററി എടുത്ത്. 128 ആണ് സ്റ്റോറേജ്. ബോഡി കണ്ടീഷൻ അത് കൊള്ളാം കേട്ടോ. സൂപ്പറായിരിക്കും സാധനം. കാണാനൊക്കെ സൂപ്പറായിരിക്കും. ബോഡിയിൽ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല. പുതിയ സാധനം തന്നെ ഇരിക്കുന്നു സാധനം. അതുപോലെ 14 ചോരത്തുള്ളി. ഇത് വേറെ ഉദ്ദേശമൊന്നുമല്ല ഞാൻ പറയണത്. നിങ്ങൾ വിചാരിക്കും മറ്റേതാണെന്ന്. അതൊന്നുമല്ല. ഇതും കൊള്ളാം. 14 ഗൈസ് 37 ആണ് ഇത് പ്രൈസ്. വാറൻറ്റി ഉള്ളൊരു പീസാണ്. അങ്ങനെ ഇത്രയും പീസ് ഒരു 3 രൂപ ബഡ്ജറ്റിന്, ഒരു 3000 രൂപ ബഡ്ജറ്റിനൊക്കെ നമ്മളിൽ ആൻഡ്രോയിഡ് ഫോൺ ഉണ്ട്. ഐഫോൺ ഇപ്പോൾ നിലവിൽ ഐഫോണൊന്നുമില്ല. 3 രൂപ ബഡ്ജറ്റിൽ ആൻഡ്രോയിഡ് ഫോൺ, ഒരു 6 GB റാം 64, 4 GB റാം 64, പിന്നെ എന്തെങ്കിലും ചെറിയ ഡിഫക്റ്റ് വരും, ഡിസ്പ്ലേ ചേഞ്ചിട്ട് അങ്ങനെയൊക്കെ വരുള്ളൂ കേട്ടോ. പക്ക കണ്ടീഷൻ. പുതിയ മോഡൽ, പഴയ മോഡലൊക്കെ ആയിരിക്കും. പുതിയ മോഡലൊക്കെ ആകുമ്പോൾ എങ്ങനെ പോലും 5-6 രൂപ ആ റേഞ്ചൊക്കെ റേറ്റ് വരും. പിന്നെ ഐഫോണൊക്കെ വന്നിട്ട് എല്ലാം ഇപ്പം നിലവിൽ 8 രൂപയാണ് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത്. തീരല്ലോ 500 രൂപയ്ക്കൊക്കെ ഇപ്പോഴും ഗൈസ് ഐഫോൺ 500 രൂപയ്ക്ക് കിട്ടിയാന്നുള്ള ഒരുപാട് പേരുണ്ട്. അതും iPhone 11 500 രൂപയ്ക്ക് വിളിച്ചല്ലേ ചോദിക്കുന്നവരുണ്ട് ഗൈസ്. ഞാൻ എവിടെ പോട്ടെ 500 രൂപയ്ക്ക് iPhone 11 12 500 രൂപയ്ക്ക് കിട്ടുമോ എന്നാണ് എന്നോട് ചോദിക്കുന്നത് ഗൈസ്. അത് എന്താണ് അങ്ങനെ ചോദിക്കണമെന്ന് എനിക്കറിഞ്ഞൂട. ആ ഒരു നിലവാരത്തിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് സാധനം ഗൈസ്. എന്നെ ഒന്നും കുറ്റപ്പെടുത്തില്ല. എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തും. ഞാനാണെങ്കിൽ 500 രൂപയ്ക്ക് ഞാൻ 500 രൂപയ്ക്ക് iPhone 11 കൊടുക്കാമെന്ന് നാട്ടിൽ എല്ലാവരും എടുത്ത വായിൻ്റെ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. 500 രൂപയ്ക്ക് iPhone 11 ഉണ്ടോ? ഉണ്ട്. iPhone 11 500 രൂപയ്ക്കുണ്ടോ? രണ്ടാമത്തെ ചോദ്യമാണ് കടുത്ത് പോകുന്നത്. iPhone 11 ഉണ്ടോ? ഉണ്ട്. 500 രൂപയ്ക്കുണ്ടോ? പൗച്ച് കിട്ടുമോ? 500 രൂപയ്ക്ക് പൗച്ച് കിട്ടും, സ്ക്രീൻ കാർഡ് കിട്ടും. അവർക്ക് 500 രൂപ iPhone 11 തന്നെ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ പോയി കൊടുക്കട്ടെ ഗൈസ്. അപ്പോൾ ഈ കണ്ടീഷൻ അറിയില്ല. നമ്മുടെ ഇപ്പോൾ ഉള്ളതൊക്കെ ഇതൊക്കെയാണ് വില. അപ്പോൾ വില കുറവാണ് എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പബ്ലിഷ് ചെയ്യുന്നില്ല. വിലയൊക്കെ അതിൻ്റെതായ വിലയൊക്കെ ഉണ്ട്. എല്ലാത്തിനും അതിൻ്റെതായ വില ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. നെക്സ്റ്റ് നല്ല വീഡിയോ ഞാൻ വീണ്ടും വരും. ബൈ.